ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മോനാണ് ആദി എന്നുള്ള വിവരം ആദി അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആദി കണ്ണ് കെട്ടഴിക്കുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെടുകയാണ് കേട്ടോ, അമ്മയെ എനിക്ക് കാണണം, കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ എനിക്ക് ആദ്യമേ അമ്മയെ കാണണം എന്ന് പറയണം ശ്രുതിയോട്. അങ്ങനെ ശ്രുതി അത് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ണിൻ്റെ കെട്ടഴിക്കാനായിട്ട് പോയിരിക്കുകയാണ് ആദിയും അമ്മൂമ്മയും. കൂടെ സച്ചിൻ രേവതിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ സച്ചിൻ രേവതിയും കാണാതെ എങ്ങനെയാണ് ശ്രുതി അവിടെ എത്തുന്നതെന്ന് വിമല ആലോചിക്കുന്നുണ്ട് കേട്ടോ. വിമല ശ്രുതിയോട് പറയാം, വെറുതെ മോന് നീ ആശ കൊടുക്കണ്ട, നിനക്ക് വരാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ആശ കൊടുക്കുന്നത്? അപ്പോൾ ശ്രുതി പറയാം, മോൻ വിഷമിക്കേണ്ട, അമ്മ അവിടെ എത്തും, മോൻ്റെ കണ്ണഴിക്കുന്ന സമയത്ത് അമ്മ അവിടെ ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം സച്ചിയും രേവതിയും ഉള്ളത് കൊണ്ട് തന്നെ ശ്രുതിക്ക് വരാനൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടല്ലോ. ആ സച്ചിയും രേവതിയും കൂടെ മരുന്ന് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ശ്രുതി അവിടെ വരികയാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ആദിമോൻ്റെ കണ്ണഴിക്കുന്നത് ഡോക്ടർ. കണ്ണഴിച്ച് കുട്ടി കണ്ണ് തുറക്കുമ്പോഴേ നോക്കുന്നത് ശ്രുതിയാണ്. അപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പറയുകയാണ്, അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഓടി വന്ന് മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ വന്നല്ലോ, വരുവേലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയാം. അപ്പം പറഞ്ഞു, മോൻ്റെ കണ്ണഴിക്കുമ്പോൾ അമ്മ വരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പം മോൻ പറയുന്നുണ്ട്, അമ്മയെ സ്കൂളിലേക്ക് വരുമോ, എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കാനാണ്, ഇതെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി പറയാം, മോനെ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ദിവസം അമ്മ വരാം, എല്ലാവരുടെയും മുമ്പിൽ മോൻ്റെ അമ്മയാന്ന് പറയാം, കുറച്ച് നാളുകൂടി മോൻ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ സച്ചിൻ രേവതിയും കൂടി ഇങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ വിമല പറയുന്നുണ്ട്, രേവതി എന്നിങ്ങനെ പറയാണ്. പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ശ്രുതി ആ വഴിക്ക് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രേവതി അങ്ങനെ കണ്ടുവരുന്നുണ്ട് ആദിമോൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നതും ആദ്യം അമ്മയെന്ന് വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ രേവതിക്ക് അകപ്പാടെ ഒരു സംശയം തോന്നിയിട്ട് രേവതി ഇങ്ങനെ അന്തം വിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പുറകെ സച്ചിയുണ്ട്. അപ്പം സച്ചിൻ വിചാരിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ, ശ്രുതി എന്താ ഇവിടെ ഇങ്ങോട്ട് വരില്ലാത്തതാണല്ലോ, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. വന്ന പാടെ രേവതി ചോദിക്കുകയാണ് കേട്ടോ, ഇതെന്താ ശ്രുതി ഇവിടെ, എന്താ ശ്രുതി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ ഇവർ ഈ ബാഗ് കൊണ്ടുവരാൻ മറന്നുപോയി, അതുകൊണ്ട് ഈ ബാഗും കൊണ്ട് വന്നതാണെന്ന് പറയാണ്. അപ്പോഴാണ് വിമല ആലോചിക്കുന്നത്, അവിടെ വെച്ച് ഒരു ബാഗ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ വിമല പറയുന്നുണ്ട്, എന്തിനാ ഇതെടുത്ത് ഇവിടെ വയ്ക്കുന്നത്, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് നിർബന്ധപൂർവ്വം പറയുകയാണ് ശ്രുതി. എന്നിട്ട് ആ ബാഗ് കാണിച്ചു കൊടുക്കുന്നത് സച്ചിയും രേവതിയും. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഈ ഒരു ബാഗ് കൊണ്ട് തരാനായിട്ട് പാർലറമ്മായി ഇങ്ങോട്ട് വരില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, പിന്നെ ഇപ്പം ഈ ബാഗും കൊണ്ടാണോ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ബാഗ് കൊണ്ട് മാത്രമല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കെറ്റിലൊക്കെ കൊടുത്തിട്ടില്ലായിരുന്നോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഇവരെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു, ഈ ബാഗും കൊടുത്തിട്ട് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ നിന്നതാണെന്ന് പറയണം. അപ്പോൾ ഉടനെ രേവതി ചോദിക്കുക, അതല്ലല്ലോ, മോനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഞാൻ കണ്ടല്ലോ, മോനാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്ന കേട്ടല്ലോ എന്ന് രേവതി പറയുമ്പോൾ ഞെട്ടിപ്പോവാണ് ശ്രുതി. അപ്പോൾ വിമല പറയാണ്, അത് മോനെ അവിടെ വെച്ചിട്ട് വീട്ടിൽ വെച്ച് ചോറൊക്കെ ഊട്ടിയത് ശ്രുതിയല്ലേ, ആ സ്നേഹം കൊണ്ട് ആ കുഞ്ഞ് അമ്മയെന്ന് വിളിച്ചതാ, അവൻ അമ്മയില്ലാത്തതല്ലേ, അതുകൊണ്ട് ശ്രുതിയെ അമ്മയെന്ന് വിളിച്ചു എന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാ, ശ്രുതിയെക്കാളും നന്നായിട്ട് അവനെ നോക്കിയത് രേവതിയല്ലേ, എന്നിട്ട് രേവതി ആൻറ്റി എന്നാണല്ലോ വിളിക്കുന്നത്, അമ്മയെന്ന് വിളിക്കുന്നില്ലല്ലോ, ശ്രുതിയെ എന്താ അമ്മയെന്ന് വിളിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് തല പെരുക്കുന്ന പോലെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയാം, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്, ഞാനിവിടെ നിൽക്കുന്നതാണോ പ്രശ്നം, ഞാനെന്നാൽ ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോളാം, എനിക്ക് കുറച്ച് അവിടെ പോയി മാനേജറോട് സംസാരിക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആദിക്കും അതുപോലെ വിമലയ്ക്കും ഒക്കെ ബായ് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ആയിട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ ടെൻഷനാണ്. കടയിൽ ചെന്ന് നിന്നിട്ട് പോലും ശ്രുതി ചിന്തിക്കുന്നത് കുഞ്ഞിനെ കുറിച്ചിട്ടും അമ്മയെന്ന് വിളിച്ചതിനെ കുറിച്ചിട്ടും ഈ കാര്യങ്ങൾ എന്തെങ്കിലും രേവതിക്ക് സച്ചിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ തലവേദനിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ ശ്രുതി, നിനക്ക് എന്ത് പറ്റി, ഒരു മൂഡില്ലാത്തതുപോലെ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി എനിക്കൊരു മൂഡില്ല, ഇന്ന് എന്തോ ഒരു സുഖമില്ലായ്ക പോലെ തോന്നുന്നു, വല്ലാതെ തലവേദന എടുക്കുന്നു, ഞാൻ വന്ന വഴി ആ ഹോസ്പിറ്റലിലൊക്കെ പോയി കുറച്ച് വെയിറ്റ് ചെയ്ത് അവിടെ ഡോക്ടറോടൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം അതൊക്കെ കൊണ്ട് വയ്യാത്തൊരവസ്ഥയായി, വല്ലാത്തൊരു ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ ഇരിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോ, ഇന്ന് പാർലറിലേക്കും പോകണ്ട, ഇവിടെ ഇരുന്നോളാൻ പറയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ് കേട്ടോ. എന്നാൽ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, നല്ല കച്ചവടമൊക്കെ ഉണ്ട് താനും.
അപ്പോഴാണ് സുധിയുടെ ഒരു ഫ്രണ്ട് അവിടെ വരികയാണ്. ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സുധി കച്ചവടമൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട്, ഏതായാലും ഞങ്ങൾ രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നേ എന്ന് പറയുക. അപ്പോൾ സുധിയുടെ സുഹൃത്ത് പറയുന്നുണ്ട്, അതെ നിനക്ക് നിൻ്റെ അമ്മായിയച്ഛൻ മലേഷ്യയിൽ നിന്ന് ഇത്രയും പണം അയച്ചു തന്നതുകൊണ്ടല്ലേ ഇപ്പം നിനക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയത്. അതുകൊണ്ട് നല്ല ലാഭം ഉണ്ടാകും, ഈ ഏരിയയിൽ ഈ ബിസിനസ്സിന് നല്ല ലാഭം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ശ്രുതിക്ക് ആകെ തലവേദനയാണ് കേട്ടോ. രവിയുടെ പണം എടുത്തിട്ടല്ലേ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, അതൊട്ട് പറഞ്ഞിട്ടുമില്ലല്ലോ. അങ്ങനെ അയാൾ പോയി കഴിയുമ്പം ശ്രുതിയുടെ അടുത്ത് എന്നേച്ച് പറയാ, ശ്രുതി കേട്ടില്ലേ നീ അവൻ പറയുന്നത്, ആ മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛൻ അയച്ചു തന്ന പണം കൊണ്ടല്ലേ നമ്മൾ ബിസിനസ് തുടങ്ങിയത്, നിനക്കൊക്കെ അതിനൊരു യോഗ ഇല്ലേന്ന് അവൻ ചോദിച്ചത് എന്ന് പറയുമ്പം ശ്രുതി പറയാ, അതിനിപ്പോൾ എന്താ, അച്ഛൻ ജയിലിലായിട്ടല്ലേ, ഇല്ലെങ്കിൽ ഇപ്പോൾ പണം അയച്ചു തരില്ലായിരുന്നോ, ഞാൻ പറഞ്ഞില്ലേ ശ്രുതി, ഇനി എന്തിനാ അതിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ പണമാണ്, പെൻഷൻ തുകയാണ് എടുത്ത് ഇത് ചിലവാക്കിയതെന്നെങ്ങാനും ആ സച്ചി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്ക് അറിയുമോ ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തവസ്ഥയാവാനാ, നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പണമല്ലേ, ഇതിപ്പം നമ്മളെടുത്ത് ചിലവാക്കിയെന്ന് അവൻ അറിയരുത്, ഒരിക്കലും അറിയരുത്. നിങ്ങളുടെ ആ കൂട്ടുകാരി കാനഡക്കാരിയില്ലേ, അവൾ കൊണ്ടുപോയെന്നങ്ങ് അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. മതി, ഇത് നമുക്ക് ആരോടും പറയണ്ട, പിന്നെ എങ്ങാനും സച്ചി അറിഞ്ഞാൽ എന്താവും എന്നുള്ള അവസ്ഥ ആലോചിച്ചിട്ട് എനിക്കിപ്പോഴേ ഒരു വല്ലായികയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുക വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. ചന്ദ്ര, അയ്യോ മക്കളെ കയറി വാ, വല്ലാത്ത ക്ഷീണമായിരിക്കും നിങ്ങൾക്കല്ലേ, അകത്തേക്ക് കയറി വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് ആകെപ്പാടെ ഒരു വയ്യായിയൊക്കെ ആയിട്ട് ശ്രുതി അവിടെ പോയിരിക്കുക. അപ്പോൾ എന്ത് പറ്റി ശ്രുതി മോളെ, നിനക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നൊക്കെ ചോദിക്കുമ്പം പറയാണ്, അത് വല്ലാത്തൊരു തലവേദന പോലെ തോന്നുന്നമ്മേ, അതുകൊണ്ടാണെന്ന് പറയും. എൻ്റെ മൂക്ക് തലവേദനയോ, അമ്മ ഇപ്പം തന്നെ ചായ ഇട്ട് തരാമല്ലോ, എടി രേവതി ചായ ഇട്ട് കൊടുത്തേടി ശ്രുതിക്ക് എന്നൊക്കെ ഇങ്ങനെ നിന്ന് പറയുക. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് പറയാ, ചായ ഇട്ട് കൊടുക്കാനായിട്ട് രേവതി തന്നെ വേണം നിർബന്ധമൊന്നുമില്ലല്ലോ, ശ്രുതിക്കൊരു ചായ ഇട്ട് കുടിക്കാമല്ലോ, ഇല്ലെങ്കിൽ ഇതേ ഈ കോന്തന് ഒരു ചായ ഇട്ട് കൊടുത്തൂടെ അവൻ്റെ ഭാര്യയ്ക്ക്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ഇനിയിപ്പം നിൻ്റെ ഭാര്യയെ ചായ ഇടുന്ന നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ രേവതി പറയാം, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആരും ബഹളം വയ്ക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ രേവതി പോയി ചായയൊക്കെ ഇടുകയാണ്. അതേസമയം ഭയങ്കര അഹങ്കാരത്തോടു കൂടി ശ്രുതി പറയാണ്, ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് പച്ച പിടിച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരുത്തരുടെയും കാല് പിടിച്ച് അധിക കാലമൊന്നും ഇവിടെ നിൽക്കേണ്ടി വരില്ല എന്ന് പറയാം. അപ്പോൾ സച്ചി പറയാം, അധിക കാലമൊന്നും നിൽക്കേണ്ടി വരില്ല, അപ്പം നിങ്ങളൊരു മൾട്ടി മില്യനെയറൊക്കെ ആവുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, അതിനൊക്കെ എന്താ സംശയം, ഞങ്ങൾ ഇവിടുന്ന് നല്ലതായിട്ട് പണം ഉണ്ടാക്കിയിട്ട് വേറൊരു വീട്ടിലേക്ക് മാറും, അപ്പോൾ പിന്നെ ഇവിടെ ആരുടെയും വാശി കേൾക്കണ്ടല്ലോ, എൻ്റെ വീട്, എൻ്റെ റൂം, ചായ ഇടിയിൽ എല്ലാം 1-2 ജോലിക്കാരെ വീട്ടിൽ വയ്ക്കും, ഇതുപോലെയുള്ള നാശങ്ങളുടെ ഒന്ന് മുന്നിൽ കിടന്ന് ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരെയാണ്. സച്ചി പറയാം, നീ എന്താടാ പറഞ്ഞത്, ഇതുപോലൊന്നും പോരുന്നോ, ഇത്രയും നാളും നീ ഇവിടെയല്ലേ ജീവിച്ചത്, ഇപ്പം നിനക്ക് ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്കും. അപ്പോൾ ചന്ദ്ര പറയാം, എടാ സച്ചി നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട, കാരണം അവൻ്റെ അമ്മായിച്ചൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്ത പണമാണ്, അതുകൊണ്ടാണ് അവർ ബിസിനസ് തുടങ്ങിയത്, അല്ലാതെ നിൻ്റെ വീട്ടിൽ നിന്നെടുത്ത പണം കൊണ്ടൊന്നും അല്ലല്ലോ, ഇവിടെ ഒരു ചില്ലി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ സച്ചി പറയാം, അങ്ങനെയാണ് ഇപ്പം കാര്യങ്ങളല്ലേ, അച്ഛന് പെൻഷനായപ്പം കിട്ടിയ പണം മുഴുവൻ കൊണ്ടുപോയി നശിപ്പിച്ചത് ആരാ, നിങ്ങളുടെ ഈ മകൻ സുധിയല്ലേ, അവൻ്റെ കാമുകിക്ക് കൊടുത്തു വിട്ടില്ലേ കാനഡയ്ക്ക്, എന്നിട്ട് 10 പൈസ കിട്ടിയോ അവന്, കാനഡക്കാരനാകാൻ പോയതും പോരാ, എന്നിട്ട് ആ പണവും കൊണ്ട് കളഞ്ഞു. ആ പണം ഈ മനുഷ്യൻ ഇത്രയും വർഷം ജോലി ചെയ്തുണ്ടാക്കിയ പണമാണ്, അതിൻ്റെ അവകാശം ഈ വീട്ടിലെ എല്ലാവർക്കും ഉണ്ട്, ഈ പറയുന്ന എനിക്കും ഉണ്ട്, എനിക്കും ശ്രീകാന്തിനും ഒക്കെ കിട്ടേണ്ട വീത ഇവൻ കൊണ്ട് തോലച്ചത്, എന്നിട്ട് കിടന്ന് ഇപ്പം പറയുന്ന കേട്ടില്ലേ അവൻ്റെ അഹങ്കാരം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും രവി പറയും, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട, പോയതൊക്കെ പോയി, പിന്നെ പോയതൊക്കെ പോയി എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് സച്ചി. എന്നിട്ട് പറയുന്നുണ്ട്, എടാ സുധി, നീ ഇപ്പം മൾട്ടി മില്യനർ പോകുന്നെന്നും കോടികളുടെ സ്വത്ത് കൈവശം വരാൻ പോകുന്നെന്നും ഒക്കെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൂടുതലൊന്നും വേണ്ട, ആ 55 ലക്ഷം രൂപ അത് അച്ഛൻ്റെ പണമാണ്, അതിങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കണം, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. അപ്പോൾ സുധി പറയാം, പിന്നെ അത് നിൻ്റെ പണമൊന്നും അല്ലല്ലോ, അച്ഛൻ്റെ പണമാണെങ്കിൽ അതിന് എനിക്കും അവകാശമുണ്ട്, നിനക്ക് അവകാശമുള്ളത് നീ എടുത്തോ, പക്ഷേ എനിക്കും ശ്രീകാന്തിനും ഉള്ളത് ഇങ്ങോട്ട് തരണം, അച്ഛനെ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, അതിൻ്റെ അവകാശം അച്ഛന് തന്നെയാണ്, അല്ലാതെ നിനക്കല്ല, നീ കോടികളുണ്ടാക്കി വേറെ ഫ്ലാറ്റ് വാങ്ങുവോ വില്ല വാങ്ങുവോ എന്ത് വേണേലും ചെയ്തോ, അതിനു മുമ്പ് ഞങ്ങളുടെ പണം തന്ന് തീർക്കണം എന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാണ്, പിന്നെ നിങ്ങളുടെ പണം തരാൻ അതെൻ്റെ കയ്യിലിരിക്കുകയല്ലേ, ഞാൻ പറഞ്ഞില്ലേ അതെന്നോ നഷ്ടപ്പെട്ടു പോയെന്ന്, പിന്നെ ഇപ്പം അതിന് കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാ.
അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയാ, നേരാ, ആ പണം നഷ്ടപ്പെട്ടു പോയതല്ലേ, ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ്. എൻ്റെ അച്ഛനാണ് മലേഷ്യയിൽ നിന്ന് പണം അയച്ചു തന്നത് ബിസിനസ് തുടങ്ങാൻ. അത് വെച്ച് ഞങ്ങൾ രണ്ടും രാവന്തിയോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ നിലയിലാകുന്നത്. അതിൻ്റെ വീതമൊന്നും ചോദിച്ചുകൊണ്ട് ആരും വരണ്ടാന്ന് ശ്രുതിയും പറയാ. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് അങ്ങ് കലി വരിക. സച്ചി പറയുന്നുണ്ട്, ദേ കൂടുതലൊന്നും ആരും ഇവിടെ പറയണ്ട, ഇവിടെ ന്യായവും അന്യായവും ഒക്കെ പറഞ്ഞു വന്നാൽ ഉണ്ടല്ലോ പലതും പറയേണ്ടി വരും. അപ്പോഴേക്കും ശ്രുതിയോടും കൂടെ ചന്ദ്ര പറയാം, എൻ്റെ പൊന്നു മിണ്ടായിരിക്കട്ടെ സച്ചി, നീ എന്തിനാ അവരെ ദേഷ്യപ്പെടുന്നത്? എൻ്റെ മക്കളാണെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വന്ന് തളർന്നിരിക്കുമ്പോൾ ഇതൊക്കെയാണോ പറയേണ്ടത്? നീ ഒന്ന് പോ, നിന്നെപ്പോലെ വായി നോക്കി നടക്കല്ല അവരൊന്നാന്തരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രുതിയും കൂടെ റൂമിലേക്ക് കയറി പോവുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആർക്ക് ശല്യത്തിനൊന്നും വരുന്നില്ല, ഞങ്ങൾ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അവർ പോവാണ്. അങ്ങനെ റൂമിൽ കയറി അവരങ്ങ് വാതിലടയ്ക്കുക. ആ സമയത്താണ് നമ്മുടെ രേവതി ചായയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. അതേസമയം റൂമിൽ ചെല്ലുമ്പോൾ റൂമിലാണെങ്കിൽ അവർ രണ്ടും കൂടെ ഭയങ്കര പൊരിഞ്ഞ വഴക്കാണ്. അപ്പം ഉടനെ ശ്രുതിക്ക് ആകെപ്പാടെ പേടിയാവുകയാണ് കേട്ടോ. സച്ചി ഈ വിവരമൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും ഉടനെ ശ്രുതി പറയാണ് ശ്രുതിയോട്, ശ്രുതി ഇതാകെ മൊത്തം പ്രശ്നമാകുന്ന മട്ടാണ് കേട്ടോ, നമ്മളിപ്പോൾ 55 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, ഒരിക്കലും അത് തിരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അപ്പോഴേക്കും വാതിൽ തുറന്ന് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതിയാണെങ്കിൽ ചായയും കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴാണ് ഇവരിതെല്ലാം പറയുന്നത്. അച്ഛൻ്റെ പണം എടുത്താൽ നമ്മൾ ബിസിനസ് തുടങ്ങിയെന്നുള്ള കാര്യമെങ്ങാനും അവനറിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, അതെങ്ങനെ അവനറിയാനാ, നമ്മൾ മലേഷ്യയിൽ നിന്ന് അച്ഛൻ അയച്ചെന്ന പണം എടുത്താൽ ബിസിനസ് തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്. നിങ്ങളുടെ പണം കൊണ്ട് നീലിമ നാട് വിട്ട കാര്യം അവരെല്ലാം അറിഞ്ഞതല്ലേ, പിന്നെ നമ്മൾ നീലിമയെ കണ്ടെത്തിയ കാര്യവും നീലിമയുടെ കയ്യിൽ നിന്ന് ആ പണം പലിശ സഹിതം വാങ്ങിയ കാര്യവും ഒന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞതല്ലേ ശ്രുതി അന്ന്, അത് പറയാം, ആ സച്ചിക്കും ശ്രീകാന്തിനുമുള്ള വീതം അങ്ങ് കൊടുത്തേക്കാന്ന്, എന്നാൽ പിന്നെ നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഇതിപ്പോൾ ഏത് നിമിഷം ആ സച്ചി പൊട്ടി വീഴുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ആ പണം മുഴുവനും എടുത്താണെങ്കിൽ ബിസിനസ് തുടങ്ങിയെന്നും നീലിമ കൊണ്ടുപോയ പണമെല്ലാം തിരിച്ചു കിട്ടിയെന്നും ഒക്കെ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം ഉണ്ടാവും. ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അമ്മ വരെ തിരിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ശ്രുതി പറയാം, എന്തൊക്കെ തിരിഞ്ഞാലും ഈ ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും ആ കാര്യം ആരും അറിയാൻ പാടില്ല. ആ പണം ആ വഴിക്ക് തന്നെ പോയി, നീലിമ തന്നെ കൊണ്ടുപോയി. അങ്ങനെ അറിഞ്ഞാൽ മതി ആ പൊട്ടൻ സച്ചിയും മറ്റുള്ളവരും എല്ലാം. നിങ്ങളിങ്ങനെ കിഴങ്ങനായിട്ട് നിൽക്കാതെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുക. ഇപ്പോൾ 55 ലക്ഷം രൂപ നമ്മുടെ ലാഭത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ പോയാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആ പണം എടുത്താൽ ബിസിനസ് തുടങ്ങിയെന്ന് അവർ പറയില്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ആ പണം 55 ലക്ഷം തിരിച്ചു കൊടുത്താൽ പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ബിസിനസ്സുകാർ അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചാൽ ശ്രുതി ചെയ്യുന്നത്. ഞാനാണെങ്കിൽ തന്നെ ഒരു പാർലർ നടത്തിക്കൊണ്ട് പോകുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഇതിനൊന്നും പോകണ്ട, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അങ്ങ് ചെയ്താൽ മതി. ഈ വിവരം ഒരു മനുഷ്യനും അറിയണ്ട, സച്ചി അറിയണ്ട, ആരും അറിയണ്ട. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ അത് ആ വഴിക്ക് പോയെന്ന് അങ്ങേരങ്ങ് വിചാരിച്ചോളൂ. ബാക്കിയുള്ള മണ്ടന്മാരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. സച്ചിയാണെങ്കിൽ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ജീവിക്കട്ടെ. അവൻ്റെ ഭാര്യ മാല കെട്ടി വിൽക്കുന്നില്ലേ, അതുകൊണ്ട് ജീവിക്കട്ടെ. മറ്റവർക്ക് 2 പേർക്ക് ജോലിയുണ്ട്, വർഷയ്ക്കാണെങ്കിൽ കോടികളുടെ സ്വത്തുണ്ട്. അതുകൊണ്ട് ശ്രീകാന്തിനൊന്നും പേടിക്കാനില്ല. പിന്നെ നമ്മുടെ കാര്യം നോക്കേണ്ടത് നമ്മളല്ലേ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു. ഈ വിവരം ആരോടും പറയാൻ പോകണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത് പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഞെട്ടിപ്പോവുക. രേവതി വാതുക്കെ നിന്ന് ഇത് കേൾക്കുമ്പോൾ അവിടെ സ്തംഭിച്ചങ്ങ് നിന്ന് കേൾക്കാണ് കേട്ടോ. കേട്ട് കഴിയുമ്പോഴേക്കും രേവതി ഞെട്ടിപ്പോവാണ്. ഇവരുടെ കയ്യിൽ ആ 55 ലക്ഷം രൂപ വന്നിട്ട് പിന്നെ അത് തിരിച്ചു കൊടുക്കാതെ അത് വെച്ചിട്ട് ബിസിനസ് തുടങ്ങി ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞാണല്ലോ ഇവിടെ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പം രേവതിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അതുപോലെ തന്നെ സച്ചിയെ ഒരുപാട് കുറ്റം പറയുന്നത് കേൾക്കുമ്പോഴും രേവതിക്ക് ഭയങ്കര വിഷമാവുക. പെട്ടെന്ന് രേവതി ചായയും കൊണ്ട് വന്ന് കയറുക. എന്നിട്ട് പറയാണ്, ശ്രുതി ദേ ചായ ഇരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ശ്രുതി ചോദിക്കുക, ഓഹോ ചായയും കൊണ്ട് വന്നല്ലേ, എന്തിനാ ഇങ്ങോട്ട് നിങ്ങൾ വന്നത്? അവിടെ വച്ചാൽ പോരായിരുന്നോ? ഞാൻ അവിടെ വന്ന് കുടിക്കില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാം, അവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മ പറഞ്ഞു ഇവിടെ കൊണ്ടുതരാൻ. തലവേദനയായിട്ട് ഇരിക്കുകയല്ലേ രേവതി ശ്രുതി, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് തന്നതാന്ന് പറയാം. ആ ശരി, ഞാൻ കുടിച്ചോളാം, നിങ്ങൾ പോയിക്കോ എന്ന് പറയണം. അങ്ങനെ രേവതി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ അവിടുന്ന് ഇറങ്ങി പോരുന്നത്. എന്ത് ചെയ്യണം എന്നറിയാതെ
അങ്ങനെ രേവതിക്ക് അതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരു വല്ലായ്ക തോന്നുകയാണ് കേട്ടോ. ഇങ്ങനൊരു കള്ളത്തരമൊക്കെ പറഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് രേവതി അങ്ങനെ നേരെ പോയിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി ഇരിക്കുക. ടെറസിൻ്റെ മുകളിൽ പോയി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നാലും ശ്രുതി ഇത്രയും വലിയ കള്ളത്തരാണല്ലോ ചെയ്തത്. ഇവരുടെ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ഇവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്ന് ആർക്കറിയാം. ചെറിയച്ഛൻ പറഞ്ഞ ഒരാളെ ഇവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. ഇവളുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അച്ഛൻ കൊടുത്ത പണം കൊണ്ടല്ല ബിസിനസ് തുടങ്ങിയതെന്ന് ഇപ്പോൾ പറയുന്നു. പിന്നെ അച്ഛൻ പണം കൊടുത്തെന്നും പറഞ്ഞ് അവളിത് ഇവിടെ എന്തുമാത്രം ഷോയാ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പാവം അച്ഛന് പെൻഷന് കിട്ടിയ പണം അതെടുത്ത് ചിലവാക്കി. സച്ചിയേട്ടനും ശ്രീകാന്തും ആരും ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാവരെയും അവർ രണ്ടും കൂടെ പറ്റിക്കുകയാണ്. ഇപ്പം അവർക്ക് ആവശ്യത്തിന് ലാഭം കിട്ടുന്നുണ്ട് ബിസിനസ്സിൽ നിന്ന്. എന്നിട്ടും ആ പണം തിരിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. ശ്രുതിയുടെയും മനസ്സ് എത്രമാത്രം മോശമാണ്. എന്നിട്ട് സച്ചിയേട്ടനെ നാഴികയ്ക്ക് 40 വട്ടം കുറ്റപ്പെടുത്താണ്. പാവം ആ മനുഷ്യൻ കഷ്ടപ്പെട്ടാണ് ഈ വീട് തന്നെ നോക്കിക്കൊണ്ട് പോകുന്നത്. ഇതെന്തായാലും സച്ചിയേട്ടനോട് പറയാതിരിക്കാൻ വയ്യ. ഇനി ഇവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത്ര അഹങ്കാരമൊന്നും കാണിക്കാൻ പാടില്ല. ഏതായാലും അച്ഛന് കിട്ടിയ പണം അത് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അത് അച്ഛൻ അർഹിക്കുന്ന ഇത്രയും വർഷം ജോലിയെടുത്തതിൻ്റെ പണമല്ലേ അത്. അതുകൊണ്ട് സച്ചിയേട്ടനോട് ഈ വിവരം ഞാൻ പറയുമെന്ന് പറയാണ്. എന്നിട്ട് രേവതി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയോട് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാവും, എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളായിരിക്കുമല്ലോ എടുക്കുന്നതെന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ രേവതി മൂളിപ്പോയി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം സച്ചി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ രേവതി നീ ഇവിടെ വന്നിരിക്കുന്നത്? ആ പാർലറുമായി എന്തെങ്കിലും പറഞ്ഞോ നിന്നെ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് രേവതി, ഒന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്ന് ഓരോന്നൊക്കെ ഒന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറയാണ്. എന്താ ഇപ്പം ഓരോന്നൊക്കെ ഇത്ര ആലോചിക്കാൻ? നിന്നോട് ഭക്ഷണം ഉണ്ടാക്കാനും നിന്നെ ഒരു വേലക്കാരിയെ പോലെ കാണുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള വിഷമം കൊണ്ടായിരിക്കല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ല സച്ചിയേട്ടാ, ഞാൻ വെറുതെ അച്ഛൻ്റെ പെൻഷൻ പണത്തിൻ്റെ കാര്യവും അച്ഛൻ അത്രയും വർഷം കഷ്ടപ്പെട്ട പണമല്ലേ അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ സച്ചി പറയാം, അതിപ്പം നീ പെട്ടെന്ന് ഇത്ര ആലോചിക്കാൻ എന്താ, അത് നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര നാളായി, അത് ആ വഴിക്ക് പോയി, ആ കിഴങ്ങൻ സൂതി അതുകൊണ്ട് നശിപ്പിച്ചില്ലേ, ഇനി നമുക്കത് ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയും, ശരിയാ, അതങ്ങനെയാ, അവനിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് അവൻ പണം ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും അവനത് തിരിച്ചു തരുമെന്നൊന്നും തോന്നുന്നില്ല. ഞാനത് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും, കാരണം അത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാ. അവൻ്റെ മാത്രമല്ല, അവനെ നശിപ്പിച്ച് കളയാനുള്ളതൊന്നും അല്ല. അതുകൊണ്ട് അവന് ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുമ്പം ഞാൻ ആ പണം തിരിച്ച് അച്ഛന് കൊടുപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സച്ചി പറയാം. അപ്പോൾ രേവതി പറയാം, സച്ചിയേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ സച്ചിയേട്ടൻ ഇപ്പോൾ അവിടെ പോയി ബഹളം വയ്ക്കുമോ എന്ന് ചോദിക്കുക. ഇത് പറയാതിരുന്നാൽ എൻ്റെ മനസ്സിലൊരു ഭാരം പോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ കാര്യം, എന്താണെന്ന് വെച്ചാൽ നീ പറ, നിനക്ക് എന്തോ മനസ്സിലൊരു പ്രയാസമുള്ള പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടല്ലേ നീ ഇവിടെ വന്നിരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാണ്, ബഹളമൊന്നും വയ്ക്കില്ല എന്ന് സത്യം ചെയ്യേ, എന്നാൽ ഞാൻ പറയാമെന്ന് പറയാം, നീ കാര്യം പറ, എന്നിട്ടല്ലേ ബഹളം വയ്ക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നതെന്ന് പറയണം. അപ്പോഴേക്കും ഉടനെ രേവതി പറയാണ് കേട്ടോ, അതെ ശ്രുതിക്കും ആ പണം തിരികെ കിട്ടി. നീലിമ അന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ 55 ലക്ഷം രൂപ അത് അവൾ തിരിച്ചു കൊടുത്തു. ഈ പ്രാവശ്യം വന്നപ്പം ശ്രുതി അവളെ കാണുകയും ചോദിക്കുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പം ആ പണം പലിശ സഹിതം തിരിച്ചു കൊടുത്തു. ആ പണം കൊണ്ടാണ് അവരിപ്പോൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്താന്ന് വെറുതെ പറഞ്ഞതാ. നിങ്ങൾക്ക് വീതം വെച്ച് തരേണ്ട പണം ഒരിക്കലും തിരികെ കിട്ടാൻ പോകുന്നില്ല. ശ്രുതിയും അത് കിട്ടിയെന്ന് നിങ്ങളെ അറിയിക്കാനും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പം സച്ചി ചോദിക്കാം, നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു, എങ്ങനെ അറിഞ്ഞെന്ന്? അപ്പോൾ രേവതി പറയാണ്, അത് ഞാനിപ്പോൾ ചായയായിട്ട് അവരുടെ റൂമിലേക്ക് ചെന്നപ്പം അവർ രണ്ടും കൂടി പറയുന്നത് കേട്ടതാ. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഒരിക്കലും എത്ര ലാഭം കിട്ടിയാലും ആ പണം തിരിച്ച് അച്ഛന് കൊടുക്കില്ല എന്ന് പറയുന്നത് കേട്ടപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. നിങ്ങളെല്ലാവരെയും പറ്റിക്കുകയല്ലായിരുന്നോ? അവിടുന്ന് പണം കിട്ടിയിട്ട് കൂടി വീണ്ടും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ശ്രുതിയുടെ അച്ഛൻ കൊടുത്താണെന്ന് പറഞ്ഞു. അതൊക്കെ കൊണ്ട് എല്ലാവരെയും പറ്റിക്കുകയല്ലായിരുന്നോ? അതോർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് സച്ചിയേട്ടാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാം, ആഹാ ഇപ്പം അങ്ങനെയാണ് കാര്യം, ആ പണം അവന് കിട്ടിയോ, എന്നിട്ട് അത് വെച്ച് ബിസിനസ് തുടങ്ങിയിട്ട് അവളുടെ അച്ഛൻ അയച്ചു കൊടുത്താന്ന് പറഞ്ഞു. ഇതിപ്പം ഞാൻ ശരിയാക്കി തരാമല്ലോ. അങ്ങനെ കള്ളം പറഞ്ഞ് അത്ര കാലം അവൾ പിടിച്ചു നിൽക്കും. മലേഷ്യയിലെ അവളുടെ ഒരു അച്ഛനും ജയിലും എല്ലാം കൂടെ ഞാനിപ്പോൾ തീർത്ത് തരാം എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവാ. അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കുക, എടാ ശ്രുതി ഇറങ്ങി വന്നേടാ ഇവിടെ, എടാ ശ്രുതി ഇറങ്ങി വരാനാണ് നിന്നോട് പറഞ്ഞ് എന്ന് പറയാം. അപ്പോൾ ശ്രുതിയും കൂടെ പേടിച്ച് വേർച്ച് ഇറങ്ങി വരിക. ഇനി എന്ത് ഭൂകമ്പം ഉണ്ടാക്കാനാണ് സച്ചി പോകുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും ചോദിക്കുകയാണ്, എടാ നിനക്ക് ബിസിനസ് തുടങ്ങാൻ പണം ആരാടാ തന്നത്?
അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാ, എന്താ ഇപ്പം നിനക്ക് അറിയാൻ ഇത്ര ബുദ്ധിമുട്ട്? ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്നാന്ന് പറഞ്ഞില്ലേ? ഓഹോ, മലേഷ്യയിലെ ജയിലിൽ കിടക്കുന്ന ഇവളുടെ അച്ഛൻ അയച്ചു തന്ന പണം കൊണ്ടാണോ അവിടെ ബിസിനസ് നീ തുടങ്ങിയത്? സത്യം പറയടാന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, പിന്നല്ലാതെ ജയിലിൽ കിടക്കുവാണേലും വേറെ ആൾ വഴി പണം അയച്ചു തന്നാന്ന് നിന്നോട് പറഞ്ഞല്ലേ, ഇപ്പം നിനക്ക് എന്താ ഒരു സംശയം? ഓ, ഇപ്പം ഞങ്ങൾ ബിസിനസ്സിലൊന്ന് പച്ച പിടിച്ച് വന്നപ്പം നിനക്ക് പണം ചോദിക്കാനുള്ള അടവായിരിക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാം, മിണ്ടാതിരുന്നോണം, ഇവളുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിൽ നിന്ന് അയച്ചു തന്ന പണമൊന്നും അല്ല അത്. എൻ്റെ അച്ഛൻ വർഷങ്ങളോളം കഷ്ടപ്പെട്ട പണം അത്. ആ പണം എടുത്തിട്ടല്ലേ നിങ്ങൾ ചിലവാക്കിയത്? അപ്പോൾ അന്തം വിട്ടു പോവാണ് കേട്ടോ ശ്രുതിയും കൂടെ. അപ്പം സച്ചി പറയാ, എടാ നിനക്ക് ആ പണം കിട്ടിയില്ലടാ, കാനഡക്കാരി കൊണ്ടുപോയ പണം തിരിച്ച് കിട്ടിയിട്ട് നീ ഈ വീട്ടിൽ അറിയിച്ചോടാ. ആ പണം എടുത്ത് ബിസിനസ് തുടങ്ങിയിട്ട് ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്നാന്ന് പറഞ്ഞു. എന്നിട്ട് ലാഭം കിട്ടിയിട്ടും ആ പണം തിരിച്ചു തരാൻ നീ തയ്യാറുമല്ല അല്ലേ? അങ്ങനെ വേണ്ട, ഇതെല്ലാം ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട പണമാണ്. ഇപ്പം തന്നെ അച്ഛൻ തന്ന ആ 55 ലക്ഷം രൂപ ഇവിടെ വെക്കണം, എന്നിട്ട് മതി നിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ, അല്ലാതെ ഇവിടെ ഒരു കാര്യവും മുന്നോട്ട് പോയില്ല എന്ന് പറയാ. അപ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി ചോദിക്കുകയാണ്, എന്താ സച്ചി പറയുന്നത്? ആ പണം തിരികെ കിട്ടിയോ? പിന്നെ അച്ഛനെ പച്ചയ്ക്ക് പറ്റിക്കായിരുന്നു ഇവൻ. ആ പണം ഇവന് കിട്ടിയിട്ട് കുറച്ച് നാളായി. ആ പെണ്ണ് ഇവിടെ വന്നപ്പോൾ കേസ് കൊടുത്ത് ഇവൻ ആ പണം വാങ്ങി. എന്നിട്ട് അതുകൊണ്ടാണ് ഇവരിപ്പോൾ ബിസിനസ് തുടങ്ങിയത്. എന്നിട്ട് അച്ഛൻ്റെ പണം തിരികെ തരാൻ അവൻ തയ്യാറുമല്ല. അപ്പോൾ രവി ചോദിക്കുക, എടാ ശ്രുതി, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോടാ, സത്യം ഉണ്ടോടാന്ന്? അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി പറയാം, അത് ശരിയാ, അന്ന് ആ പണം കിട്ടിയതാ, പക്ഷേ ഞങ്ങൾക്ക് ബിസിനസ് തുടങ്ങേണ്ടത് കൊണ്ട് ആ പണം എടുത്തു. ഇനിയിപ്പോൾ ലാഭം കിട്ടുമ്പോൾ ഞങ്ങളത് തിരിച്ചു തന്നേക്കാം എന്ന് പറയണം. അപ്പം ചന്ദ്രയും ചോദിക്കുക, എടാ നിനക്ക് ആ പണം കിട്ടിയിട്ടാണോടാ നീ ഇത് ഇവിടെ മിണ്ടാതിരുന്നത്? എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ, എന്തിനാ ഇവിടെ ഈ കള്ളത്തരം പറയുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പം സച്ചി പറയാം, ഇവൻ കള്ളത്തരം പറയും, ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്ത പണമല്ലേ അത്, മര്യാദയ്ക്ക് അച്ഛൻ്റെ 55 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തോണമെന്ന് പറയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്